ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മുടെ ഡെയിലി റുട്ടീൻ വീഡിയോസ് കാണുന്നത് അല്ലേ. 3:30 AM മോർണിംഗ് റുട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ചിരിയോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങാം. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ടും ഞാൻ ഈ 3:30 ഈ റുട്ടീൻ എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്തില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ ചില വീഡിയോസ് ചെയ്തു, പക്ഷെ അത് ഷൂട്ട് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു ഓർഡറിലായിരുന്നില്ല ചെയ്തത്. ഞാൻ രാവിലെ വരും, ഒരു 3:30ക്ക് വരും, ഞാനൊരു കോഫി ഇട്ട് കുടിക്കും, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോകും. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് റിസർച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, രാവിലെ എണീറ്റ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പാട്ട് പാടുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് നേരം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു മീ ടൈം എന്നൊക്കെ പറഞ്ഞിരിക്കണം എന്ന് ആഗ്രഹമുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വെക്കേഷൻ സമയത്ത് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം നമ്മുടെ റുട്ടീൻ മാറിപ്പോയി, പാലക്കാടും ഒക്കെ പോയില്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സമയമുള്ളപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ വെക്കേഷൻ പാലക്കാടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് റുട്ടീനും മൊത്തത്തിൽ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നെ ഒട്ടുമേ സ്ട്രെസ് ചെയ്യാണ്ടുള്ള വളരെ സമാധാനമായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റുട്ടീനായിട്ട് കാണിക്കാൻ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കാനാണെങ്കിൽ ചിലപ്പോൾ ഞാനൊരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിപ്പം കാണിച്ചിട്ട് എന്താ ഇപ്പോൾ മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഷൂട്ട് ചെയ്യാഞ്ഞത്. ഓക്കെ, അപ്പം ഇന്നാണ് ബാക്ക് ടു വർക്ക്. കോളേജ് തുറന്നു, കോളേജിൽ പോകണ്ടേ നമുക്ക്. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ 3:30 AM റുട്ടീൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ വെക്കേഷൻ ഇത്രയും ദിവസത്തിനെക്കാട്ടിലും ഇന്നായിരുന്നു എനിക്ക് കുറച്ച് എനർജി ഉണ്ടായിരുന്നത് കൂടുതൽ. രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു എന്താ പറയുക, ഒരു ചിട്ടയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് പോയപ്പോഴത്തേക്കും ഭയങ്കര ഒരു സമാധാനം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളോട് ഇത്തിരി താമസിച്ചിട്ട് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പണിയെടുത്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പണി അന്ന് ഫുള്ള് തീരില്ല. ഇങ്ങനെ ജോലി ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് ഷടപടേ എന്ന് ചെയ്തിട്ട് ഇന്നത്തെ കാര്യങ്ങൾ വേഗം ഫാസ്റ്റാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ശബ്ദം ഒന്ന് ഒരു ചെറിയൊരു അടവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പനിയാണ് ഗൈസ്, എനിക്ക് വയ്യ. അപ്പം രാവിലെ വയ്യായിരുന്നു. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞ ആ ലാസ്റ്റ് ഡേ, ആ 2 ദിവസമായപ്പോഴത്തേക്കാണ് എനിക്ക് പനി പിടിച്ചത്. വെക്കേഷന് മോൾക്ക് പനി ഉണ്ടായിരുന്നു ചെറുതായിട്ട്, പനിയായിട്ടായില്ല, പക്ഷെ ഒരു കോൾഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആദ്യം തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി അതിൻ്റെ ഡോസും കാര്യങ്ങളും മരുന്നൊക്കെ കൊടുത്തപ്പോഴത്തേക്കും മോൾ ഓക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി ആണല്ലോ, എനിക്ക് എന്തായാലും പനി കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു അഹംഭാവത്തോടു കൂടി നടന്നപ്പോഴത്തേക്കും പനി എന്നെ തേടി വന്നു ഗൈസ്. സോറി, പനി തേടി വന്നു. അപ്പോൾ പിന്നെ ചെറിയൊരു ചുമയും തൊണ്ടയ്ക്കൊരു ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുത്തു. 2 ദിവസം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ റെസ്റ്റ്, ഫുൾ ടൈം കിടപ്പായിരുന്നു. അപ്പോൾ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം എണീക്കുക, ഫുഡ് കഴിക്കുക, പിന്നെയും കിടക്കുക, അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എത്ര ഉറങ്ങിയിട്ടും എനിക്കങ്ങോട്ട് മടുക്കുന്നില്ല, എനിക്ക് ക്ഷീണം മാറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ആലോചിച്ചു, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. കാരണം ഞാൻ പ്രത്യേകിച്ചും എനിക്ക് പകലൊക്കെ സമയത്ത് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രി ഉറങ്ങാൻ വലിയ പാടാണ്. പക്ഷേ ഇതങ്ങനെയല്ല, സ്വിച്ച് ഇട്ട പോലെ അപ്പം തന്നെ ഉറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ബോഡി ഭയങ്കര ടയേർഡാണ്, ഐ നീഡ് സം റെസ്റ്റ് എന്നുള്ളത് മനസ്സിലായി. ഞാൻ ഒട്ടും സ്ട്രെയിൻ ചെയ്തില്ല. എന്താണോ എൻ്റെ ബോഡി പറയുന്നത്, എൻ്റെ മൈൻഡ് എന്ത് പറയുന്നു അതേപോലെ ഞാൻ കിടന്നു ഉറങ്ങി. അങ്ങനെ 2 ദിവസമായപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഓക്കെ ആയി. അതിനുശേഷം നമ്മുടെ പണിയിലേക്ക് നമ്മൾ പോകണമല്ലോ, അല്ലാണ്ട് നമുക്ക് റെസ്റ്റ് എടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് 2 കൽപ്പിച്ച് രാവിലെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇന്നിപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യണ്ട, നീ പൊക്കോ. കാരണം ഇന്ന് മോൾക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ പിന്നെ അവൾക്ക് സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെയാണ്, അവൾക്ക് ഇനി എക്സാംസ് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവളുടെ കാര്യമില്ലേ, ഞാൻ നോക്കിക്കോളാം, നീ പൊക്കോ, അവിടുന്ന് ക്യാൻറ്റീൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഫുഡ് അവിടുന്ന് കഴിക്കാമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇൻ കേസ് നടക്കുന്നില്ലെങ്കിൽ, ഓക്കെ ആയി വരുന്നില്ലെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം അവിടെ വെച്ച് എന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തു. ഒരു സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച്. ഇന്ന് വേറെ വലിയ ആർഭാടമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലും ഞാനങ്ങനെ ആർഭാടം കാണിക്കാറില്ല. എങ്കിലും ഇന്ന് ജസ്റ്റ് ഒരു ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും പിന്നെ ഒരു തക്കാളി കറിയും ദോശയും പിന്നെ പുളിശ്ശേരി, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തലേന്നേ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് ഊറ്റിയാൽ മതി. അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഒരു എന്താ സിമ്പിൾ ലഞ്ചാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തേക്ക് കുറച്ച് കോവയ്ക്ക ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഫ്രൈ പോലെ ആക്കാം എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, അത് ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും മോൾക്ക് ആ സമയത്ത് ഉണ്ടാക്കി കൊടുത്തോളാം, ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് മോൾക്ക് ആ സമയത്ത് അവളുടെ സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പൊക്കോളും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ.
അങ്ങനെ ദേ പെട്ടെന്ന് ഒരു തക്കാളിക്കറി, എൻ്റെ ഒരു ഉഡായിപ്പ് തക്കാളിക്കറിയാണ് കേട്ടോ. അപ്പോൾ സവാള തന്നെ ഇതിൻ്റെ അകത്ത് ഇടാറില്ല. യൂഷ്വലി ഇതിൽ വെറുതെ തക്കാളി മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി, ഇത്ര മാത്രമേ ഇടാറുള്ളൂ. പച്ചമുളകും 2 പച്ചമുളകും കൂടെ കീറിയിടും എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ചെയ്യാറുള്ളൂ. വെള്ളം ഒഴിക്കാറില്ല, പിന്നെ സവാള ഇടാറില്ല. പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് ചാറ് പോലെ ഇരിക്കട്ടെ, കാരണം മറ്റത് ഞാൻ യൂഷ്വലി ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു കറിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ ഞാനിത് ദോശയ്ക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചാറ് പോലെ ആക്കി, പിയക്കൊക്കെ കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കായപ്പൊടി ഇടണം കേട്ടോ, അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കായപ്പൊടി, ആകെ കുറച്ച് പൊടികൾ, ലിറ്റിൽ മഞ്ഞൾപ്പൊടി, ലിറ്റിൽ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 2 പച്ചമുളക്, പിന്നെ എന്തായിരുന്നു, കായമാണ് മെയിൻ സാധനം. ഒന്നും ഇട്ടില്ലെങ്കിലും കായം ഇടണം കേട്ടോ, അതാണ് എൻ്റെ മെയിൻ സംഭവം. അപ്പോൾ അത്രയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിക്കറി റെഡിയാണ്. അപ്പോഴത്തെ നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി തോരൻ വെക്കുകയാണ്. അങ്ങനെ പറയാൻ കാരണം അറിയാമല്ലോ, ചേട്ടന് കുറച്ച് തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല, മെഴുക്ക് പുരട്ടി പോലെ ആക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ബീട്രൂട്ടിനൊക്കെ എനിക്ക് കുറച്ച് തേങ്ങ ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അവസാനം വാരി വിതറുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ ചട്ടി വെച്ചിരിക്കുന്ന അവിടെ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയണേ, എത്ര നാളായി വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ നമ്മുടെ പാലക്കാടൻ വ്ളോഗ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പാലക്കാട് എൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങളും അവിടുത്തെ ഡീറ്റെയിൽസും, പിന്നെ അവിടുത്തെ നമ്മുടെ 80ാം പിറന്നാൾ ആഘോഷിച്ച മാമൻ്റെ വ്ളോഗും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് കണ്ടാൽ മതി. എല്ലാവരും തിരക്കിലായിരുന്നു കാണും എന്നറിയാം. ഓണമൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളും, എല്ലാവരും വീട്ടിലൊക്കെ പോയതും ബന്ധുക്കളുടെ വീട്ടിലും ഒക്കെ പോയിട്ടുണ്ടാവും, അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു എന്നറിയാം. അപ്പോൾ സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വെക്കേഷൻ, ഓണം കഴിയുന്നതിനെക്കാട്ടിലും എനിക്ക് സങ്കടം ഓണം വെക്കേഷൻ കഴിയുന്നല്ലോ എന്ന് പറയുമ്പോഴാണ്. കാരണം നമുക്കൊട്ടും ബിസി അല്ലാണ്ട് വളരെ സാവധാനം കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് നേരം മോളുടെ കൂടെ ആണെങ്കിലും ഇരിക്കാം. പിന്നെ വീട്ടിൽ നമുക്ക് വലിയ വേറെ ഉത്തരവാദിത്തങ്ങളും ഇല്ലാണ്ട് സുഖമായിട്ടിരിക്കുന്നത് ഒരു സുഖമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടമുണ്ടെങ്കിലും, പക്ഷേ നമ്മുടെ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണല്ലോ എന്നാലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ, ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ആഘോഷം അവസാനിച്ചാലേ അടുത്ത ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കം നമ്മൾ കുറിക്കുകയുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ലൈഫിലും അങ്ങനെയാണ്. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അത് അവസാനിക്കുമ്പോഴാണ് അടുത്ത പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ അടുത്തൊരു സംഭവം സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷയോടുകൂടിയുള്ളൊരു കാത്തിരിപ്പ് സംഭവിക്കുകയുള്ളൂ നമ്മുടെ ലൈഫിൽ. അപ്പം ഓണം കഴിഞ്ഞ സമയത്ത് പിന്നെ എൻ്റെ അല്ല നമ്മുടെ എല്ലാവരുടെയും അടുത്ത കാത്തിരിപ്പ് എന്ന് പറയുന്നത് ക്രിസ്മസ് ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫെസ്റ്റിവലും കൂടാണ് ക്രിസ്മസ്. ഒരു പടിക്ക് ഓണത്തിനെക്കാട്ടിലും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ക്രിസ്മസിനാണ്. കാരണം അവിടുത്തെ ഒരു ലൈറ്റ്സും ഒരു സ്റ്റാർസിൻ്റെ ലൈറ്റ്സും, പിന്നെ പൊതുവെ എനിക്ക് ഈ ലൈറ്റുകൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സന്തോഷവും പോസിറ്റിവിറ്റിയും തരുന്നൊരു കാര്യമാണ്. അപ്പം ആ ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒരു കോമിട്ട് അങ്ങോട്ട് പോവാം അല്ലേ. അപ്പോൾ അതേ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, ചോറ് ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കണം. പിന്നെ കട്ടൻ ചായയാണ് ഇന്നിടുന്നത് കേട്ടോ, പാൽ ചായ ഇടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ഇറിറ്റേഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പാൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കട്ടൻ ചായയാണ് ഇട്ട് കുടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഞാൻ നേരത്തെ പോലെ ഈ ബിസ്ക്കറ്റ്സ് ബ്രെഡ് ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഇപ്പം എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഏതെങ്കിലും ഒരു സംഭവം കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സുഖമാണ്. നമുക്ക് വിശക്കില്ല, അവിടെ ചെല്ലുന്നത് വരെ വിശക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ അസിഡിറ്റി പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. അത് ഞാനിപ്പം ശീലിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പം മാക്സിമം രാവിലെ എണീക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് സമയം കളയാണ്ട് എന്തെങ്കിലും ഒരു സംഭവം ഫുഡ് നിങ്ങൾ എണീറ്റ് ഒരു 1 hourനുള്ളിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ മതി, കഴിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. നമുക്ക് അസിഡിറ്റി പ്രശ്നങ്ങളൊന്നും വരില്ല. ഡയറക്റ്റ് ചായ കുടിക്കുന്നതിനെക്കാട്ടിലും അതൊന്നും കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ നെയ്യ് ഞാൻ കഴിക്കും കേട്ടോ രാവിലെ ഒരു സ്പൂൺ നെയ്യ്, ഒരു സ്പൂൺ ഹീപ്ഡ് അല്ല എന്നാലും ഒരു കുറച്ച് സ്പൂൺ നെയ്യ് കഴിക്കുന്നതും എനിക്ക് ഈ അസിഡിറ്റി പ്രശ്നങ്ങൾക്കെല്ലാം എനിക്ക് സോൾവ് ആവുന്ന പോലെ തോന്നും. എന്തെങ്കിലും ഇപ്പോൾ നെഞ്ചരിച്ചിലോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഇത്തിരി നെയ്യ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാറുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലർക്ക് പാൽ കുടിക്കുമ്പോഴത്തേക്കും അതൊന്ന് റിലാക്സ്ഡ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നെയ്യ്, ഇപ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഇടുന്ന നെയ്യ് കുറച്ച് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ.
എനിക്കെപ്പോഴും ഈ ടേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങളുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പനീറിന് ടേസ്റ്റ് ഇല്ലല്ലോ, അതേപോലെ നെയ്ക്ക് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ഉള്ള ഒരു ന്യൂട്രൽ ടേസ്റ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദേ രാവിലത്തെ നമ്മുടെ എൻ്റെ കൂടെ ഞാൻ ചമ്മന്തി കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പം മോൾക്ക് ഉച്ചയ്ക്ക് ചമ്മന്തി ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വേണമെങ്കിൽ രാവിലെ ദോശയുടെ കൂടെയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കട്ടച്ചമ്മന്തിയും പിന്നെ നമ്മുടെ തക്കാളിക്കറിയൊക്കെ മുക്കി അങ്ങോട്ട് കഴിക്കുകയാണ്. ആഹാ, ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, എന്നാ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സമയമായല്ലോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിക്കോളും. ഞാൻ ദേ ഇറങ്ങുകയാണ്. ഇനി ലഞ്ചാക്കി തരുന്നതും എല്ലാ കാര്യങ്ങളും സെന്തിലേട്ടൻ്റെ പണിയാണ്, സെന്തിലേട്ടൻ്റെ അവകാശമാണ്, അങ്ങനെ പറയണം. അതാണല്ലോ, പണിയെന്ന് പറയാൻ പാടില്ല. അപ്പോൾ ദേ ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി തരാം കേട്ടോ. അല്ല, ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാമല്ലോ. പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്കിവിടെ എൻഡ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഒട്ടും നമുക്ക് കാണാം. അതുവരെ ടു ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ശ്വേത സെന്തിൽ. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ.